നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അവണിശ്ശേരി 7 കമ്പനിയിൽ വീടിന് മുൻപിൽ നിന്ന് വ്യാജമദ്യം പിടികൂടി. എക്സൈസ് ചേർപ്പ് റേഞ്ച് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് വ്യാജമദ്യം പിടികൂടിയത്. കോടന്നൂർ ലയൺസ് ക്ലബിന്റെ 2026-2027 വർഷത്തെ വിവിധ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മാനസികാരോഗ്യവും ക്ഷേമവും എന്ന പദ്ധതിയോടെയാണ് സേവന പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. തളിക്കുളം നമ്പിക്കടവിൽ വീട്ടുമുറ്റത്ത് അതിക്രമിച്ച് കയറി സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ച് വധഭീഷണി മുഴക്കിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. അവണിശ്ശേരി 7 കമ്പനിയിൽ വീടിന് മുൻപിൽ നിന്ന് വ്യാജമദ്യം പിടികൂടി. എക്സൈസ് ചേർപ്പ് റേഞ്ച് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് വ്യാജമദ്യം പിടികൂടിയത്. അവണിശ്ശേരി 7 കമ്പനി ഭാരത് ഹണിബിയിലേക്കുള്ള റോഡിൽ കുന്നത്ത് വളപ്പിൽ ലതിക രാമകൃഷ്ണന്റെ വീടിന് മുൻപിൽ നിന്നാണ് വ്യാജമദ്യം എക്സൈസ് സംഘം പിടികൂടിയത്. ഇവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന കറുത്തേടത്ത് വീട്ടിൽ ബിനോയ് എന്നയാളുടെ പേരിൽ എക്സൈസ് കേസെടുത്തു. ഡ്രൈഡേ ദിനമായ ബുധനാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവം. 24 കുപ്പികളിലായി 4.320 ലിറ്റർ വ്യാജമദ്യം വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ചേർപ്പ് എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KV രാജേഷിന്റെ നേതൃത്വത്തിലാണ് വ്യാജമദ്യം പിടികൂടിയത്. കോടന്നൂർ ലയൺസ് ക്ലബിന്റെ 2026-2027 വർഷത്തെ വിവിധ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മാനസികാരോഗ്യവും ക്ഷേമവും എന്ന പദ്ധതിയോടെയാണ് സേവന പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ ഈ വർഷത്തെ പ്രധാന സേവന പ്രവർത്തനമാണ് മാനസികാരോഗ്യവും ക്ഷേമവും എന്ന പദ്ധതി. ഇതിനെ അടിസ്ഥാനമാക്കി കോടന്നൂർ സെയിന്റ് ആന്റണീസ് LP സ്കൂളിൽ സംഘടിപ്പിച്ച പ്രഭാഷണത്തോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടാതെ വിദ്യാർത്ഥികൾ ശാരീരിക മാനസികാരോഗ്യം നിലനിർത്തുന്നതിന് സഹായകരമാകുന്നതായിരുന്നു പ്രഭാഷണം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അനീഷ ബാസ്റ്റിൻ പ്രഭാഷണം നയിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോടന്നൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് PM ഗോപിനാഥൻ അധ്യക്ഷനായി. ക്ലബിന്റെ മറ്റൊരു പദ്ധതിയായ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. പ്രധാന അധ്യാപിക മിനി സ്റ്റേനി, കോടന്നൂർ ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി KK ഷൺമുഖൻ, ട്രഷറർ EA ബൈജു, ലയൺസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ബിജു പുറത്തൂർ, റീജിയണൽ ചെയർമാൻ ഷാജു മാങ്കുഴി, സോൺ ചെയർമാൻ ഗോഡ്ഫ്രീ, ഏരിയ ചെയർപേഴ്സൺ സുമ ഷാജു, TS രമേശ് എന്നിവർ സംസാരിച്ചു. വേൾഡ് ഡോക്ടേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി പാർലം പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഡോക്ടർമാർക്കുള്ള ആദരവും ലയൺസ് ക്ലബ്ബ് സംഘടിപ്പിച്ചു. കോടന്നൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് PM ഗോപിനാഥന്റെ നേതൃത്വത്തിൽ ക്ലബ്ബ് അംഗങ്ങൾ ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ സുജിത്ത് ജോസഫ്, ഡോക്ടർ മുഹമ്മദ് ജുനൈദ് എന്നിവരെ ആദരിച്ചു. തളിക്കുളം നമ്പിക്കടവിൽ വീട്ടുമുറ്റത്ത് അതിക്രമിച്ച് കയറി സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ച് വധഭീഷണി മുഴക്കിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. തളിക്കുളം നമ്പിക്കടവ് സ്വദേശി പൂരാടൻ വീട്ടിൽ ബഗീഷ്, തമ്പാൻകടവ് സ്വദേശി തന്നിപ്പാറൻ വീട്ടിൽ ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ മെയ് 6 രാത്രി 7:30യോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തളിക്കുളം നമ്പിക്കടവ് ബീച്ച് സ്വദേശിയായ യുവതിയുടെ വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറിയ പ്രതികൾ ഗുണ്ടുകളും പടക്കങ്ങളും പൊട്ടിച്ച ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. ഇത് തടയാൻ ശ്രമിച്ച യുവതിയെയും ഭർത്താവിനെയും പ്രതികൾ അസഭ്യം പറയുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി P പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. കയ്പമംഗലത്ത് തെങ്ങ് വീണ് വീട് തകർന്നു. കയ്പമംഗലം കരടിവളവ് സ്വദേശി കൈനപ്പറമ്പിൽ പ്രവീണിന്റെ ഓടുമേഞ്ഞ വീടാണ് ഭാഗികമായി തകർന്നത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം. സമീപത്തെ തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. ഓടുമേഞ്ഞ മേൽക്കൂരയുടെ ഭാഗം ഭാഗികമായി തകർന്നു. അപകട സമയത്ത് വീട്ടുകാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല. അപകടത്തിൽ വീടിന്റെ മേൽക്കൂരയ്ക്കുൾപ്പെടെ കാര്യമായ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. വിവരമറിഞ്ഞ കയ്പമംഗലം പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കയ്പമംഗലം യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പുതിയ അംഗങ്ങൾക്ക് കൺവെൻഷനിൽ സ്വീകരണം നൽകി. KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി MT വോഗീസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പലർക്കും പറയുന്നത് ഇപ്പോൾ 12 കൊല്ലം 14 കൊല്ലത്തിൽ പല പെൻഷൻകാരും ഞങ്ങൾ സർവീസിൽ ഇതൊക്കെ എനിക്ക് ഇത്തരം പൈസ കിട്ടില്ല, അതിൽ കൂടുതൽ തുക പെൻഷൻ കിട്ടുള്ളൂ.
അപ്പൊ പെൻഷൻ കിട്ടുന്നത് നമുക്ക് പറയാൻ തന്നെ ചിലർക്ക് മടി എത്ര വേണോ വേണം. നമ്മുടെ ഇപ്പൊ ജീവിതം ഹോമിച്ച കാര്യമൊന്നും ഇപ്പൊ ആരും പറയുന്നില്ല. നമുക്കിത് 100% അർഹതയെന്ന് നമുക്ക് തോന്നണ്ടേ, എന്നാലല്ലേ നമുക്ക് മറ്റുള്ളവരോട് കൂടി ഇത് പങ്കുവെക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പെൻഷന്റെ കാര്യത്തില് നമ്മള് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പെൻഷൻ സംഘടനയില് പെൻഷൻ സംഘടനയിൽ അപ്പൊ നിങ്ങള് എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കണം. ഈ പെൻഷന്റെ KSSP ആണ് വേറെ ഇപ്പൊ ഈ കുറച്ച് കാലമായിട്ടാണ് 2-3 വർഷമായിട്ട് ഈ മേഖലയില് എല്ലാ പാർട്ടികളും അവരവരുടെ സംഘടന ഉണ്ടാക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് VK അശോകൻ അധ്യക്ഷത വഹിച്ചു. KSSPU ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് R വിശ്വനാഥൻ മുഖ്യാതിഥിയായി. സെക്രട്ടറി KU സുബ്രഹ്മണ്യൻ അംഗത്വ വിതരണം നിർവഹിച്ചു. ട്രഷറർ AS രാധാകൃഷ്ണൻ, സാംസ്കാരിക വേദി കൺവീനർ KB ബീന, ബ്ലോക്ക് കമ്മിറ്റി അംഗം KR കൈരളി, യൂണിറ്റ് സെക്രട്ടറി MD സന്തോഷ്, ട്രഷറർ AV അൽഫോൺസ എന്നിവർ സംസാരിച്ചു. വർദ്ധിച്ചുവരുന്ന ലഹരി വിപത്തിനെതിരെ മനുഷ്യച്ചങ്ങലയുടെ പ്രതിരോധവുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റ്, യൂത്ത് വിംഗ്, വനിതാ വിംഗ് എന്നിവയുമായി ചേർന്നാണ് മനുഷ്യച്ചങ്ങല ഒരുക്കിയത്. കാളമുറി സെന്ററിൽ നടന്ന മനുഷ്യച്ചങ്ങല കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്ന് വിതരണ ശൃംഖലയെ പിടിക്കുകയും അതിന്റെ ഉറവിടം കണ്ടെത്തുവാൻ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോ നമുക്കറിയാം, ജീവിതത്തിൽ നമ്മൾ എന്തിനോടും നോ പറയേണ്ട, നമ്മുടെ കൊച്ചുമക്കളോട് പറയേണ്ട കാര്യം, എത്ര സ്നേഹിതന്മാരായാലും എത്ര നല്ലവരായാലും അവരെന്തെങ്കിലും നമുക്കൊരു മിഠായിയോ ഒരു എന്തെങ്കിലും ലഹരി വസ്തുക്കൾ തരുമ്പോഴോ നോ എന്ന് ഉറച്ചു പറയാൻ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു മാർഗം. ഒരിക്കൽ നമ്മൾ ലഹരി മരുന്നിന് അനുഭവപ്പെട്ടാൽ പിറ്റേ ദിവസവും അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ക്രൂരകൃത്യവും ചെയ്യാൻ പഠിക്കില്ല. നമ്മുടെ നാഡീവ്യൂഹത്തിനെ അങ്ങനെ തന്നെ ബാധിക്കുന്ന ഈ ലഹരി മരുന്നുകൾ ഇന്ന് അതുകൊണ്ട് മാത്രമാണ് നാട്ടില് ഏറ്റവും വലിയ ക്രൂരമായ രീതിയിൽ പെറ്റമ്മയെയും അച്ഛനെയും അതുപോലെ തന്നെ സഹോദരങ്ങളെയൊക്കെ തന്നെ ആക്രമിച്ചുകൊണ്ട് മയക്കുമരുന്നിന് വേണ്ടിയിട്ട് എന്ത് ക്രൂരകൃത്യവും ചെയ്യുവാൻ പഠിക്കാത്ത ഒരു യുവതലമുറ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി. കയ്പമംഗലം SHO KT ബിജിത്ത് ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. പ്രസിഡന്റ് ചേച്ചി, വൈസ് പ്രസിഡന്റ് സക്കറിയും ഉടനെ തന്നെ അവിടെ എത്തി. ഒരു ഭയവുമില്ലാതെ ഞങ്ങളുടെ കൂടെ സെർച്ച് ചെയ്യാൻ കൂടെ നിൽക്കുകയും അതിന് സാക്ഷിയായി വളരെ ധൈര്യസമേതം ഒപ്പിടുകയും ചെയ്തു. ഇതൊരു പിന്തുണ പറഞ്ഞാൽ ഈ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പിന്തുണ കിട്ടുന്നത് ഞാൻ പല ജില്ലയിൽ വർക്ക് ചെയ്തു കിട്ടാറുണ്ടെങ്കിൽ ഇത്ര പൂർണ്ണമായ സപ്പോർട്ട് ഞാൻ അവർക്ക് കിട്ടില്ല. അപ്പോൾ തന്നെ അവിടെ നമ്മുടെ പോളിംഗ് നടത്തി ഓരോ പൊതുപ്രവർത്തകരും മറ്റ് പഞ്ചായത്ത് ഭാരവാഹികളും സംഭവത്തെത്തുകയും പോലീസിന് വേണ്ട എല്ലാ സഹായങ്ങളും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കരിയ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് കൊച്ചുവീട്ടിൽ, അൻസാമോൾ, വാർഡ് മെമ്പർമാരായ സന്ധ്യ രവീന്ദ്രൻ, രശ്മി ശ്രീജിത്ത്, PC മനോജ്, മുൻ മെമ്പർ CJ പോൾസൺ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് TS മുബാറക്, സെക്രട്ടറി KA സവാദ്, സാബിർ, ഫാത്തിമ സന്തോഷ്, KN സജീവൻ, KP റെജി, P മണികണ്ഠൻ, KA അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ വെളിയന്നൂരിൽ ലോഡ്ജിൽ മുറിയെടുത്ത് പ്രസവിച്ച യുവതി മരിച്ചത് അമിത രക്തസ്രാവവും ഹൃദയവാൽവിലെ തകരാറുമാണെന്ന് കണ്ടെത്തൽ. പ്രസവത്തിൽ നവജാത ശിശു മരിക്കാനിടയായത് മതിയായ പരിചരണം ലഭിക്കാത്തതെന്നും റിപ്പോർട്ട്. എടമുട്ടം സ്വദേശിനി 30-കാരിയായ ജ്യോതിയുടെ മരണകാരണമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത്. ഇക്കഴിഞ്ഞ 27 ശനിയാഴ്ച വൈകിട്ട് 2:30 യുവതിയെയും നവജാത ശിശുവിനെയും സ്വകാര്യ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയെ ലോഡ്ജിൽ കൊണ്ടുവിട്ട ഓട്ടോ ഡ്രൈവറെ ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. അമിത രക്തസ്രാവവും ഹൃദയവാൽവിൽ തകരാറിനുമൊപ്പം യുവതിക്ക് രക്തസമ്മർദ്ദം കൂടിയ നിലയിലുമായിരുന്നുവെന്നും സൂചനയുണ്ട്. യുവതി ഗർഭിണിയായിരുന്നുവെന്ന് അറിയില്ലെന്നാണ് ഓട്ടോ ഡ്രൈവറും ലോഡ്ജിലെ ജീവനക്കാരും മൊഴി നൽകിയിരുന്നത്. യുവതിയെ ഫോണിൽ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്നാണ് ഓട്ടോ ഡ്രൈവർ ലോഡ്ജിലെത്തിയത്. മുറിയുടെ വാതിൽ തുറക്കാതായതോടെ ലോഡ്ജിലെ ജീവനക്കാരെ വിവരമറിയിക്കുകയായിരുന്നു. പിന്നീട് പോലീസും ഫയർഫോഴ്സും എത്തി ബലം പ്രയോഗിച്ച് വാതിൽ തുറന്നപ്പോഴാണ് യുവതിയും കുഞ്ഞും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. എടത്തിരുത്തി സർവീസ് സഹകരണ ബാങ്ക് അങ്കണത്തിലാണ് ഞാറ്റുവേല ചന്ത ഒരുക്കിയത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ആത്മബന്ധത്തിന്റെയും
അതുപോലെ കർഷക ജീവിതത്തിൻ്റെയും നാട്ടറിവുകളുടെയും ഒരു ആഘോഷമാണ് ഈ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം. പഴയ തലമുറകളുടെ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് ഈ ഞാറ്റുവേല ചന്ത എന്നുള്ള നിലയ്ക്ക് നമ്മൾ നടത്തുന്നത്. നമുക്കറിയാം, നമുക്ക് ഈ ഞാറ്റുവേല ചന്തയിൽ പച്ചക്കറി തൈകൾ, മറ്റു സസ്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അതെല്ലാം കർഷകർക്കും വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള പദ്ധതികളെല്ലാം നമ്മളെല്ലാം കാർഷിക വികസന വകുപ്പുകളെല്ലാം നമ്മൾ നടപ്പിലാക്കുക. വൈസ് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ആർ ഹരി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നൌമി പ്രസാദ്, കെ കെ അജിതകുമാരി, ഐഷ ബി മുഹമ്മദ്, നാട്ടിക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതി പ്രകാശ്, സൊവി സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ ഡോക്ടർ കെ ബി സജു, ഹരിലാൽ മാണിയത്ത്, മുസ്തഫ കമാൽ, സി ഡി എസ് ചെയർപേഴ്സൺ സുബൈദ ജബ്ബാർ, കൃഷി ഓഫീസർ കെ എ മേഘ, പഞ്ചായത്ത് അംഗങ്ങളായ വി വി സുവീഷ്, നീതു സുജേഷ്, സാജിദ അഷ്റഫ്, സുധീഷ് മഞ്ചാക്കൽ, സസ്ലിൻ ദിനേശ്, ഷാജഹാൻ കണ്ണങ്കിലത്ത്, രഞ്ജിനി സത്യൻ എന്നിവർ സംസാരിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വിബിജി റാംജി പദ്ധതിക്ക് കയ്പമംഗലത്ത് തുടക്കം. പദ്ധതിയുടെ കയ്പമംഗലം പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ട്രെയിനിങ്ങിലൂടെ നമ്മുടെ വാർഡുകളിലേക്ക് പാസ് ചെയ്തു തരും. എന്തായാലും നമുക്കറിയാം, കൂടുതൽ ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് എന്തായാലും നമ്മുടെ കയ്പമംഗലം പഞ്ചായത്തിലെ തോടുകൾ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇതില് 318 പദ്ധതികൾ മെറ്റീരിയൽ വർക്കുകളുമായിട്ട് നിങ്ങൾക്ക് ഈ പുതിയ പദ്ധതിയിലൂടെ വരാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിൽ മെറ്റീരിയൽ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കാം. പബ്ലിക് ലൈബ്രറികൾ ചെയ്യാനായിട്ട് സാധിക്കും. കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടാക്കാൻ സാധിക്കും. പരിശീലന മാർഗങ്ങൾ, മെറ്റീരിയലിന് വേണ്ട സംഭവങ്ങൾ ഒരുക്കി കൊടുക്കാനായിട്ടുള്ള മെറ്റീരിയൽ വർക്കുകൾ ചെയ്തു തരാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ മിൽമ, അതുപോലെ സ്കൂളുകളിലേക്ക് ക്ലാസ് റൂമുകൾ പണിയാനായിട്ട് നമുക്ക് സാധിക്കും. ശ്മശാനത്തിന് വേണ്ടി ഫണ്ടുകളൊക്കെ വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ വില്ലേജ് പാർക്കിങ്, ഇത്തരത്തിലുള്ള പദ്ധതികള് 318 തൊഴിൽ പദ്ധതികൾ ക്രമേണനുസരിച്ച് നമുക്ക് വരും. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് അത് പരിശീലനം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. കേരളത്തിൽ 2008 തുടക്കം കുറിച്ചു. ഏറെക്കുറെ 20 വർഷക്കാലമായി ഇന്ന് അതിന് നാമമാറ്റം വന്നിരിക്കുകയാണ്. വിബിജി റാംജി എന്ന പേരിൽ ഈ ജൂലൈ 1 മുതൽ ഇതിന് തുടക്കം കൊടുക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്ന് കേന്ദ്ര തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അല്പം മുമ്പ് വീഡിയോയിൽ കണ്ടത് അതിൻ്റെ ലൈവ് ടെലികാസ്റ്റാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഔപചാരികമായ പഞ്ചായത്ത് തല ഉദ്ഘാടനത്തിനാണ് ഇന്ന് നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. പുതിയ പദ്ധതികൾ കാര്യങ്ങൾ വരുമ്പോൾ എന്നാലും അതിൽ ചെറിയ ചില മാറ്റങ്ങൾ നമുക്കുള്ളത്. സ്വാഭാവികമായി 100 തൊഴിൽ ദിനങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് 125 തൊഴിൽ ദിനമായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ വേതനമായി ഉണ്ടായിരുന്ന 369 രൂപ എന്നത് 401 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് കെ കെ സക്കരിയ അധ്യക്ഷനായി. സെക്രട്ടറി പി ഡി പരമേശ്വരൻ പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് കൊച്ചുവീട്ടിൽ, അൻസമോൾ, മണിയുല്ലാസ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ സതീഷ്, പ്രജീന ബാൻ, ഫാത്തിമ അനസ്, അസിസ്റ്റന്റ് സെക്രട്ടറി പി എൻ ആശ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,180 രൂപ, പവന് 1,05,440 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
അവണിശ്ശേരി 7 കമ്പനിയിൽ വീടിന് മുൻപിൽ നിന്ന് വ്യാജമദ്യം പിടികൂടി. എക്സൈസ് ചേർപ്പ് റേഞ്ച് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് വ്യാജമദ്യം പിടികൂടിയത്. കോടന്നൂർ ലയൺസ് ക്ലബിന്റെ 2026-2027 വർഷത്തെ വിവിധ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മാനസികാരോഗ്യവും ക്ഷേമവും എന്ന പദ്ധതിയോടെയാണ് സേവന പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. തളിക്കുളം നമ്പിക്കടവിൽ വീട്ടുമുറ്റത്ത് അതിക്രമിച്ച് കയറി സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ച് വധഭീഷണി മുഴക്കിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.